ദിവക്കൂട്ടെ എമ്മിയാണോ ഫുഡ്? ബൈ പറ ലുലു മോളിന്. ദിവക്കൂട്ടെ എവിടെ പോണേ? ഫുഡ് കഴിക്കാനും പോണോ? ഹലോ, സത്യം പറഞ്ഞ ഒരു ഈവനിങ് ഫുഡ് അടിയായിട്ട് ഇറങ്ങിയതാണ്. ടിയറെക്സ് എന്ന് പറഞ്ഞൊരു കട യൂട്യൂബിൽ ഇതുപോലെ ഫുഡീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈവ് ഷവർമ പുതിയത് ഇറങ്ങിയതായിട്ട് അത് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ആ കട മാത്രം ഇല്ല, ബാക്കി ഒരുപാട് ഷവർമ കടകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കട കണ്ടില്ല. അവിടെ ലൈവ് ഷവർമ പുതിയതായിട്ട് കിട്ടും, അതുപോലെ ജംബോ ഷവർമ, അങ്ങനെ കട പറ്റി. ഇനിയിപ്പം എവിടെയാന്ന് വെച്ചാൽ പോയി നോക്കിയിട്ട്. അവിടെ എന്താ ഉള്ള ഐസ്ക്രീം. എന്തായാലും ഫുഡ് അടിക്കാൻ ഇറങ്ങി. അപ്പൊ പിന്നെ എവിടെയാണ് ഏതാണ് നല്ലത് നോക്കിയിട്ട് കേറാന്ന് വിചാരിച്ച്. ഏറ്റവും കൂടുതൽ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത് എവിടെ കേട്ടോ? പൊറോട്ട കണ്ടു. ഇവിടെ കാറിട സ്ഥലമില്ലല്ലോ. ഇനിയിപ്പോ സ്ഥലമില്ലാതെ ഇവിടെ എങ്ങനെ നിർത്തണം? നല്ല സ്ഥലമുണ്ട്. ആ സ്ഥലമില്ല, നേരെ വിട്ടു. വേറെ എവിടെയെന്ന് വെച്ചാ പിടിച്ചോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഫുഡേക്ക് ഇറങ്ങിയിട്ട് ഒരിടത്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് കാറിട സ്ഥലമില്ല. 2 വീലറിൽ പറഞ്ഞതാണ് ബെനിഫിറ്റ് എന്ന് തോന്നുന്നത്. മഴയൊക്കെ ആയതുകൊണ്ടാണ്, കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് കാറും എടുത്ത് ഇറങ്ങിയത്. സംഭവം ഒരിടത്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അന്വേഷിച്ച് പറഞ്ഞിടത്തൊക്കെ കടയിൽ കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പാളയം ഭാഗത്തോട്ട്, നമ്മൾ കഴക്കൂട്ടത്തോട്ടാണ് പോണത്. ഏറ്റവും കൂടുതൽ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ കഴക്കൂട്ടത്തെത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നല്ല കൺഫ്യൂഷൻ, എവിടെ ക്യാരറ്റ് എന്നുള്ളതാണ്. അത്രമാത്രം കേടാണ്. അവസാനം നമ്മളെ ഡെസ്റ്റിനി എത്തി. നമ്മൾ ടെറസിലോട്ടാണ് വന്നത്. ദിവ്കൂട്ടിന് എന്താ വേണ്ട? ദോശയും പപ്പടവും വേണ്ട. മീനുള്ളിയാ? അതെന്തോന്ന്? ഇവിടെ എമ്മിയാണോ ഫുഡ്? എമ്മി ഗുഡാണോ?
ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ സുന്ദരം ഫ്രഞ്ച് ഫ്രൈസ് മതിയാ? കൊള്ളായിരുന്നാ ദീകുട്ടാ? കൊള്ളാം. Wow. What? Still hope you would try to fix what is gone. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, എന്നാൽ ഫാമിലിയേക്കാൾ ഫ്രണ്ട്സായിട്ട് വന്നത് ഇതുപോലത്തെ ഒരുപാട് പ്രവർത്തികളുണ്ട്. അങ്ങനെ നല്ലൊരു ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങിയപ്പോൾ വരുന്നുണ്ട് ഫുഡി കിഡിലോസ്കി. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു യൂട്യൂബ് നല്ല ഫാൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ദീക്കൂട്ട ഒരുവിധ കാരണത്ത് കയറില്ല, പിന്നെയും അഴക്കായി അടിയായി. അപ്പോൾ നമ്മൾ ടെറസിൽ പോയാണ് ഫുഡ് കഴിച്ചത്. കുറേ ഡെസ്റ്റിനേഷൻ നോക്കി അവസാനം തപ്പിയെടുത്തത് ടെറസാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ടെറസിൽ മുമ്പും പോയിട്ടുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ ഒരു നല്ല വെറൈറ്റി ഫുഡുകളാണ്. ഇന്ന് നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ എന്താന്ന് കഴിച്ചത്? ചീസി അരോമാറ്റിക് ബാർബിക്യൂ ലെഗ്. ഞാൻ സ്പൈസി. ഇതിലെ സെയിം ഇത് തന്നെ കഴിച്ചത്. ദിവക്കൂട്ടം എന്താ കഴിച്ചാ? ഫ്രഞ്ച് ഫ്രൈസ്. സോസ് കൂട്ടി കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഫുഡ് അടിപൊളിയാണ്. പിന്നെ ടെറസിലെ ഫുഡ് എന്ന് പറയണേ ഫുഡിനേക്കാൾ സത്യം പറഞ്ഞ അവിടുത്തെ ആംബിയൻസ് ആണ് അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര സുപ്രീമോ എന്തായാലും ഫുഡ് അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാൽ ഫുഡിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ആംബിയൻസ് ആയിരുന്നു. സൈലന്റ് ആയിട്ട് ഇവ ശരിയാവൂലല്ലോ. നേരെ നമുക്ക് വീട്ടിലോട്ട്. കാരണം ദിവക്കൂട്ടൻ്റെ നാളെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ പോണതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. നാളത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പോയിട്ട് വേണം അതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇല്ലാത്ത കുണ്ടണിയാണ്, ഒന്നിനും സമ്മതിക്കണില്ല. അതാണ് സത്യം. പിള്ളേരുള്ള പേരൻസിനൊക്കെ അത് മനസ്സിലായി എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ നൈറ്റാണ് നമ്മുടെ അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യൂസ് പറഞ്ഞാൽ റോഡിൻ്റെയും ആ റോഡിൽ പോണ വണ്ടികളുടെയാണ്. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ. അതും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ വ്യൂസും ആംബിയൻസും ഒക്കെ അടിപൊളിയായിട്ട്. എങ്ങോട്ട്? ലുലു മോളിലോ? അടുത്ത ദിവസം പോവോ? ലുലു മാളിലെ നാളെ പോവാം കേട്ടാ. ഓക്കെ. ആ ലുലു മാളിൽ നാളെ പോവാമേ. ബൈ പറ ലുലു മാളിന്. അയ്യോ എനിത്ര സങ്കടം തന്നെ. ലുലു മാളിൻ്റെ അടുത്ത് ഇത്രയും ആത്മാർത്ഥ ബന്ധം ദീപ്തന്.
അപ്പം നമ്മുടെ ഫുഡ് അടിയും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ദീക്കുട്ടൻ നാളെ സ്കൂളുള്ളതുകൊണ്ട് ഉറങ്ങാൻ ടൈമായി. കരച്ചിലും തുടങ്ങി. ഉറങ്ങാൻ കിടത്തുന്നതിനും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.